മേബി പൃഥ്വിരാജ് പല സ്ഥലങ്ങളിൽ പോയിട്ട് വല്ല ആവേശമാണ് എല്ലാവർക്കും കൊടുത്തത്. ആ അപ്പൊ അത് ഫസ്റ്റ് ഹാഫിൽ ലീഡ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഉണ്ട്. ഉണ്ട്, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ ഇതിനൊരു ഓസ്കാറൊക്കെ കിട്ടുന്ന വിഷയം ആ ചാൻസ് ഉണ്ട്. അതെങ്ങനെയുണ്ടായിരുന്നു? വിഷ്വലൈസേഷൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു മൂവിയുടെ രീതിയിലുള്ളതല്ല. ഭയങ്കര ഭയങ്കര മാസോ കാര്യങ്ങളൊന്നും അല്ല. എങ്കിൽ പോലും നമുക്കൊരു സെക്കൻഡ് പോലും ലാഗോ അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല. കംപ്ലീറ്റ്ലി ആ ഒരു നമ്മൾ പിടിച്ചിരുത്തും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര മാസോ കാര്യങ്ങളൊന്നുമല്ല. എന്താണ് ഒരു മൂവിയിൽ നമ്മൾ റിയൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? വിഷ്വലൈസേഷൻ്റെ ഒരു എക്സ്ട്രീമാണ്. പൃഥ്വിരാജിന്റെ പ്രൊമോഷൻ ലെവൽ എന്നുള്ള മാത്രമല്ല, നമ്മളൊരു മോർ ദാൻ ഒരു മൂവി എന്നുള്ളതിനേക്കാളും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു മൂവിയിലോട്ട് അവർ ഇട്ടിരിക്കുന്ന ഒരു എഫേർട്ടും. അപ്പൊ ഇതിന്റെ റിസൾട്ട് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഈ നോവൽ വായിച്ചവർക്കാണെങ്കിലും അതല്ലെങ്കിലും നമുക്ക് ഈ ഓവറോൾ ഈ ഒരു പർട്ടിക്കുലർ ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്ന എഫേർട്ട് അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും നല്ല നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും എല്ലാം ഫസ്റ്റ് ഹാഫ് ഇംപ്രസീവ് ആണ്. ബി ജി എംസ് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാ വിഷ്വൽസും എല്ലാ സീനും തന്നെ നമുക്ക് ആ ബി ജി എംസിൽ നമ്മൾ അതിനകത്തോട്ട് ഇമ്മേഴ്സ് ആയി പോവാണ്. അല്ലാണ്ട് നമ്മളൊരു മ്യൂസിക് എന്നുള്ള ഫീൽ അല്ല. ആക്ച്വലി നമുക്ക് എല്ലാം കൂടെ അതിന്റെ ഒരു പ്രോപ്പർ മെർജാണ്. അപ്പൊ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ് ആയിട്ട് കണ്ടിരിക്കണം. ഇത് പൃഥ്വിരാജ് ആണെന്ന് ഫീൽ ചെയ്യത്തേ ഇല്ല. പൃഥ്വിരാജ് ആണെന്ന് ഫീൽ ചെയ്തില്ല. നമ്മളെ മനസ്സിലുണ്ടാ പൃഥ്വിരാജിന്റെ മൂവിയാണ്. പക്ഷെ സിനിമ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കാവും, റിയൽ സ്റ്റോറിയിലേക്കാവും. ശരിക്കും നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, അയാളെ അനുഭവിച്ച് അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് വീടും നാടും ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരു നാട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ കാരണം ചിലവർ രക്ഷപ്പെടും, ചിലവർ ഇങ്ങനെയുള്ള ആടുജീവിതത്തിലേക്ക് പോകും. അപ്പൊ ഒരാളുടെയെങ്കിലും റിയൽ സ്റ്റോറി നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലേ? എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു സിനിമ, ഈ ഒരു ടീം. ബ്ലസ്സി സാറ് എല്ലാവരോടും നല്ലൊരു ഹൃദയം നിറഞ്ഞ നന്ദി പറയണം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമ, ആകാശദൂതൊക്കെ കണ്ടിട്ട് നമ്മൾ കരഞ്ഞിട്ടില്ലേ ആ ഒരു ടൈമിൽ? ഇത് അതുക്കും മേലെയാണ്. ഭയങ്കര ഒരു രക്ഷയില്ല. അതിന് ശേഷമുള്ളൊരു മാനസികമായിട്ട് നോക്കി ഏറ്റവും ഇത് ഫീലിങ്സിന്റെ അങ്ങേയറ്റം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു സിനിമയാണ്. ഓസ്കാർ മാത്രമല്ല, എന്തൊക്കെ അവാർഡ് ഉണ്ട് ഇതിന്, അതൊക്കെ കൊടുക്കണം എന്നാണ് ഞാൻ പറയണത്. ആ കഥയിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ കുറേ നല്ലതാണ്. ബാക്കിയോട് കണ്ടിട്ട് പറയാം. നല്ല സിനിമ. ഫസ്റ്റ് ഇപ്പൊ ഹാഫ് കണ്ടിട്ട് നല്ലതാണ്. കൊറേ ട്വിസ്റ്റും കാര്യങ്ങളും കൊറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ത്രില്ല് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. ഇപ്പൊ ഫുള്ള് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഹാഫ് എന്തായാലും അടിപൊളിയാണ്. നല്ലതാണ് നല്ലതാണ്. ഒരു ഫ്രഷ്നെസ്, ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അമലപ്പോളം കാണിക്കുന്ന സീൻസൊക്കെ അടിപൊളിയാണ്. എന്റെ പറയാനുള്ളത് കുറെ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.